Hi everyone, let's start the question discussion. Exam വളരെ ഈസി ആയിരുന്നു അല്ലേ? മിക്കവാറുമുള്ള എല്ലാ ടോപ്പിക്കിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചിലത് കുറച്ച് ന്യൂമറിക്കൽ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് 4 ലോജിക് ഗേറ്റ്സ് ആർ ഗിവൺ ബിലോ. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഗേറ്റുകളേ ഉള്ളൂ, വലിയ ടഫുള്ള ഗേറ്റുകളൊന്നുമില്ല. ഫസ്റ്റ് ഗേറ്റ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഗേറ്റ് ഏതാണ്? നാൻഡ് ഗേറ്റ് ആണ് അല്ലേ? അതായത് ആൻഡ് ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു ബബിൾ കണ്ടോ, നോട്ട്, അപ്പോൾ അതിൻ്റെ പേരെന്താ? നാൻഡ് ഗേറ്റ്. ദിസ് ഈസ് നാൻഡ് ഗേറ്റ്. സെക്കൻഡ് വൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നോട്ട് ഗേറ്റ് ആണ്. തേർഡ് വൺ എന്താ? ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ ഓർ ഗേറ്റ് ആണ്. ഒരു ബബിൾ കൊണ്ടുണ്ടെങ്കിൽ നോർ ഗേറ്റ് എന്ന് വിളിക്കായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ ഓരോന്നും പറയുക എന്നുള്ളതാണ്. ദ ലോജിക് ഗേറ്റ് സിമ്പിൾസ്. ഓർ ഏതാണ്? ഓർ ഫോർത്ത് വൺ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഫോർത്ത് വൺ. അടുത്തത് നോട്ടാണ്. നോട്ട് ഏതാണെന്ന് നോക്കിയേ, സെക്കൻഡ് വൺ ആണ്. ഓക്കെ, പിന്നെ ഒരു ഗേറ്റ് കൂടെയാണ് പറയുന്നത്, നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് ഫസ്റ്റ് വൺ ആണ്. 4, 2, 1 ഓപ്ഷൻ 4, 2, 1 ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സൈനുസോഡൽ വോൾട്ടേജ്, അപ്പോൾ AC ആണ് വോൾട്ടേജ്, അതൊരു ഹാഫ് വേവ് റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നു. നമ്മളൊരു ട്രാൻസ്ഫോർമർ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ഡയോഡാണ്. സിംഗിൾ ഡയോഡ് അതിനെ എന്ത് ചെയ്യും? റെക്ടിഫൈ ചെയ്യും. ഔട്ട്പുട്ട് എന്താ വരിക? യൂണി ഡയറക്ഷൻ ആയിട്ടുള്ള പൾസേറ്റിംഗ് വോൾട്ടേജ് വരും. അപ്പോൾ അതിൻ്റെ എന്ത് വാല്യൂ കണ്ടുപിടിക്കണം? RMS വാല്യൂ കണ്ടുപിടിക്കണം. VRMS സ്ക്വയർ നമുക്ക് ആദ്യം എന്ന് എഴുതാം. നമ്മുടെ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ സൈനുസോഡൽ ഫംഗ്ഷനായിട്ട് V0 sin ωt എന്ന് എഴുതാം. ശരിയല്ലോ? ഓക്കെ, അപ്പോൾ VRMS സ്ക്വയർ എങ്കിൽ ആദ്യം നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. V0 സ്ക്വയർ സൈൻ സ്ക്വയർ ωt വന്നു. പിന്നെ അതിൻ്റെ മീൻ അഥവാ ആവറേജ് എടുക്കണം. ആവറേജ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 0 to നമ്മുടെ ഫംഗ്ഷൻ T/2 ടൈം വരെ ഉള്ളൂ അല്ലേ? വേവ് ഫോം നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഹാഫ് സൈക്കിള്, ഇത് മൂന്നാമത്തെ ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്നത്. സെക്കൻഡ് ഹാഫ് സൈക്കിൾ മിസ്സിങ്. അപ്പോൾ 0 to ഇത് T/2, ഇത് T/2 തൊട്ട് T വരെ വോൾട്ടേജ് ഇല്ല. കറക്റ്റ് അല്ലേ? 0 to T/2 ഉള്ളൂ. V0 സ്ക്വയർ സൈൻ സ്ക്വയർ ωt dt ഡിവൈഡഡ് ബൈ എന്തെടുക്കണം? ഇൻ്റർവെൽ. അത് ഫുൾ ഇൻ്റർവെൽ എടുക്കണം, T. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ ωt വന്നിട്ടുണ്ട്. അതിന് നമ്മൾ 1 - cos 2 ωt/2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. വി ഗെറ്റ് ദി ആൻസർ ഓപ്ഷൻ 3. 220 നമുക്കിങ്ങനെ കിട്ടും, 220/√2 എന്ന് വരും ഫൈനൽ റിസൾട്ട്. 220/√2. 220ന് നമുക്ക് 110 × 2/√2 എന്ന് എഴുതാം. അപ്പോൾ 2/√2 അത് 110/√2 വരും. ഓപ്ഷൻ 3 is our answer. Okay. The counter rate of radioactive sample from 4.0 × 10⁶ per second in 20 hours. Okay. To 1.0 × 10⁶ per second in 20 hours. What will be the counter rate after 100 hours from beginning? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ ശ്രദ്ധിച്ച് നോക്കണം. കൗണ്ടർ റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ലെങ്തി ആണ്, നമുക്ക് 2-3 സ്റ്റെപ്സിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. കൗണ്ടർ റേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാം. R = R0 e⁻ λt. ഇവിടെ T തന്നിട്ടുണ്ട്, 20 hours ആണ്. അപ്പോൾ നമുക്ക് ലാംഡ അൺനോൺ ആണ്, സാരമില്ല. പക്ഷെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാം. 4.0 നിന്നും 1.0 മാറുവാണ് അല്ലേ? എന്നുവെച്ചാൽ R0 4 ആണ്, × 10⁶ ആണ്. R 1 × 10⁶ ആണ്. അപ്പോൾ ഇത് നമുക്ക് e⁻ λt = എങ്ങനെ എഴുതും? e⁻ λt R/R0 ആണ്. 10⁶ ക്യാൻസൽ ആവും. R എന്ന് പറഞ്ഞാൽ 1/4 വരും. ദിസ് ബിക്കം 1/4. 1/4 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 1/2 സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2⁻2 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് e⁻ λt 2⁻2 ആണെങ്കിൽ e⁻ λt എന്ന് പറഞ്ഞാൽ 2⁻2 ആണ്. ഈ T എത്രയാണ്? ഇപ്പോൾ ഉള്ളത് 20 hours ആണ്. അപ്പോൾ e⁻20 λ = 2⁻2 ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാം. സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. കൗണ്ട് റേറ്റ് ആഫ്റ്റർ 100 hours ഫ്രം ബിഗിനിങ് ആണ്.
that is r is equal to r0 e raised to minus lambda t. ഈ r 100 hours കഴിയുമ്പോഴുള്ള വേണ്ട, ദാറ്റ് ഈസ് r is equal to r0, we know r0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, e raised to മൈനസ് ലാംഡ t എത്രയായി 100 hours ആയി. നമുക്കിതിന് ഇങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് r0 ഇൻറ്റു e raised to മൈനസ് ലാംഡ, ഈ 100 അവിടെ ഞാൻ 20 എഴുതി, റേസ് ടു എനിക്ക് എത്ര എഴുതാം 5 എഴുതാം, ശരിയല്ലേ. e raised to മൈനസ് ലാംഡ ദിസ് ഇസ് ഈക്വൽ ടു 2 raised to 4 ആണ്, 2 raised to 4 ആണ്. ഓക്കെ, അപ്പോൾ e raised to മൈനസ് 20 ലാംഡ, e raised to 20 ലാംഡ 4 ആണ്, e raised to മൈനസ് 20 ലാംഡ 1/4 ആണ്. അപ്പോൾ r0 എത്രയാണ് 4 ഇൻറ്റു 10 raised to 6 ആണ് അല്ലേ, ഇൻറ്റു 1 എത്ര വരും 1/4 വരും അല്ലേ, 1/4 raised to എത്ര വരും 5 വരും. then we got the answer. ഇവിടെ 4 ഉണ്ട്, ഒരു 4 പോവും, പിന്നെ 4 4 താഴെ വരുന്നുണ്ട്, 16 ഇൻറ്റു 16 വരും, 1/16 ഇൻറ്റു 16 10 raised to 6 കറക്റ്റായിട്ട് കിട്ടും. സോൾവ് ചെയ്തെടുക്കുക. ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. de Broglie wavelength of an electron in the first Bohr orbit is. ഫസ്റ്റ് ബോർ ഓർബിറ്റ് ആണ്. നമ്മൾ ഈ ആറ്റംസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ബോറിൻ്റെ പോസ്ലേഴ്സിനെ ഡി ബ്രോയി വേവ് ലെങ്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു ടോപ്പിക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. ഓരോ ഓർബിറ്റിലും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ഡി ബ്രോയി വേവ് ലെങ്ത് വെച്ചുകൊണ്ട് പെരിമീറ്ററിനെ എങ്ങനെ അത് റിലേറ്റ് ചെയ്യുന്നു അല്ലേ. അതിന് ജനറലായിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓരോ ഓർബിറ്റിൻ്റെയും പെരിമീറ്റർ 2πr എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റ് എങ്ങനെയാണ് വരിക, അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻറ്റു ലാംഡയാണ്. 2πr is equal to n ലാംഡ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷനാണ്. ഇവിടെ നോക്കിയേ, ദ ഡി ബ്രോയി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ബോർ ഓർബിറ്റ്. ഫസ്റ്റ് ബോർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി 1 ആയി. ദെൻ 2πr ഈക്വൽ ടു ലാംഡ. We got the answer. ഫസ്റ്റ് ഓപ്ഷൻ ഈക്വൽ ടു 1/4 അല്ല, ഈക്വൽ ടു ഹാഫ് അല്ല, ഈക്വൽ ടു ടോയ്സ് അല്ല, ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്, ഓപ്ഷൻ 4. Move to next question. Question number 5. If the kinetic energy of particle increased by 16 times, so increased by 16 times എന്നല്ല, ഇൻക്രീസ്ഡ് ടു 16 ടൈംസ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ അത് ശരി, അല്ല നമുക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഇൻക്രീസ്ഡ് ടു 16 ടൈംസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദി ഡി ബ്രോയി വേവ് ലെങ്ത്. ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് വേണം. വി നോ ലാംഡ ഈസ് ഈക്വൽ ടു h/mv, ഇതല്ലേ ഡി ബ്രോയി വേവ് ലെങ്ത്. ദാറ്റ്സ് ഈക്വൽ ടു h/mv എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം. ദാറ്റ്സ് ഈക്വൽ ടു h/ ഇൻ ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി √2mk. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ തന്നെ കാര്യം പറയുമ്പം 2m ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട് അല്ലേ, h കോൺസ്റ്റൻ്റ് ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √k. ഇത് ആദ്യത്തെ ലാംഡ. പുതിയ ലാംഡ എങ്ങനെ വരും? പ്രൊപ്പോർഷണൽ ടു 1/k. എത്ര ടൈംസിലേക്ക് വന്നു? 16 ടൈംസിലേക്ക് വന്നു. കറക്റ്റ് അല്ലേ? 16 ടൈംസിലേക്ക് വന്നാൽ നമുക്കറിയാം എത്രയാണ് √16 എന്ന് പറയുന്നത് 4 വരും. ഇനി എത്ര പെർസെൻറ്റേജ് ചേഞ്ച് എന്നാണ്? ലാംഡ മൈനസ് ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ ലാംഡ ഇൻറ്റു 100. ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ലാംഡയുടെ അവിടെ നമുക്ക് 1/√k എഴുതാം, മൈനസ് 1/√16 4 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ എത്ര വരും? 1/√k. ദിസ് ഇസ് ഈക്വൽ ടു 1/√k. 1/√k എല്ലാം പോയല്ലോ. 1 മൈനസ് 1/4 3/4 വരും. 3/4 ഇൻറ്റു പെർസെൻറ്റേജിലേക്ക് മാറ്റും ഇൻറ്റു 100 എടുക്കണം. അപ്പോൾ എത്ര വരും? 75%. ഓപ്ഷൻ 2. മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. സിമ്പിളാണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻസ് ദ ഡിസ്റ്റൻസ് d between the slit S1 S2 1 millimeter. What should be the width of each slit be so as to obtain 10 maxima of the double slit pattern within the central maximum of single slit pattern. സിംഗിൾ സ്ലിറ്റ് പാറ്റേണിൻ്റെ സെൻറ്റർ മാക്സിമത്തിനുള്ളിൽ 10 മാക്സിമം ഡബിൾ സ്ലിറ്റ് പാറ്റേണിൻ്റെ വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം? വാട്ട് ഷുഡ് ബി ദി വിഡ്ത്ത് ഓഫ് ഈച്ച് സ്ലിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഓഫ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ ബാൻഡ് വിഡ്ത്തിൻ്റെ എക്സ്പ്രഷൻ അറിയാമല്ലോ. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ d/d അല്ലെ, ലാംഡ d/d.
10 ആവുമ്പോഴോ 10 ഫ്രിഞ്ചസ് വരുമ്പോഴോ വാട്ട് ഷുഡ് ബി ദി വിഡ്ത്ത് സോ ആസ് ടു ഒബ്റ്റെയിൻ 10 മാക്സിമം ഓഫ് ദി ഡബിൾ സ്ലിറ്റ് എന്നാണ്. അപ്പോൾ ഫോർ 10 ഇറ്റ് ബിക്കം ബീറ്റ ഈസ് ഈക്വൽ ടു മൊത്തം ബാൻഡ് വിഡ്ത്ത് ആണ്, ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 10 ലാംഡ ഡി ബൈ ഡി. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് 10 മാക്സിമത്തിൻ്റെ എക്സ്പ്രഷൻ. ഇവിടെ ചോദിച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കി, വാട്ട് ഷുഡ് ബി ദി വിഡ്ത്ത് ഓഫ് ഈച്ച് സ്ലിറ്റ് ബി സോ ആസ് ടു ഒബ്റ്റെയിൻ 10 മാക്സിമ ഓഫ് ദി ഡബിൾ സ്ലിറ്റ് പാറ്റേൺ വിതിൻ ദി സെൻട്രൽ മാക്സിമം ഓഫ് ദി സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ. ഡബിൾ സ്ലിറ്റിൻ്റെ മാക്സിമം അവിടെ വരണം. ശരിയല്ലേ? ഈ 10 എണ്ണവും ഡബിൾ സ്ലിറ്റിൻ്റെ സെൻട്രൽ മാക്സിമത്തിനുള്ളിലോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കണം നമ്മൾ സിംഗിൾ സ്ലിറ്റിൻ്റെ ഒരു സ്ലിറ്റ് വിഡ്ത്ത് എത്ര വരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ എഴുതുക യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംഗിൾ സ്ലിറ്റിൻ്റെ കേസിലേക്ക് വരുവാണ്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് YDSC കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ സെപ്പറേഷൻ. അപ്പോൾ നമുക്ക് 10 ഫ്രിഞ്ചസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് അങ്ങ് എടുക്കുക. എക്സ് ഇസ് 10 ലാംഡ ഡി ബൈ ഡി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എക്സ് ബൈ ഡി ആണ്. ഇറ്റ് ബിക്കം 10 ലാംഡ ബൈ ഡി. കറക്റ്റ് അല്ലേ? 10 ലാംഡ ബൈ ഡി. ഇനിയും സിംഗിൾ സ്ലിറ്റ് പാറ്റേൺ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്ലിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സെൻട്രൽ മാക്സിമത്തിൻ്റെ ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ θ1 ഈസ് ഈക്വൽ ടു 2 ലാംഡ ബൈ എ ആണ്. ഇറ്റ് ഈസ് 2 ലാംഡ ബൈ എ. നമുക്കറിയാം രണ്ട് പേരും ഇതിൻ്റെ ഉള്ളിൽ അത് വരണം, രണ്ടും ആംഗുലാർ വിഡ്ത്ത് സെയിം ആയിരിക്കണം. വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു, ദെൻ വി ഗെറ്റ് 10 ലാംഡ ബൈ θ1 ഈക്വൽ ടു θ2. Then it become 10 lambda by d equal to 2 lambda by a. Lambda cancel ആയി പോയി, 2 10 5 വന്നു. That is a is the question. A is equal to, we get a is equal to d by 5. Correct അല്ലേ? d by 5. A is equal to d by 5. അപ്പോൾ d is given, what is d? 1 millimeter ആണ്. That is 1 by 5 millimeter. 1 by 5 means 0.2 millimeter. Option 3 is our answer. Move to question number 7. Power of a biconvex lens is 10 diopter and the radius of curvature of each surface 10 centimeter ആണ്. Then the refractive index of the material. Lens makers formula direct ആയിട്ട് ഉപയോഗിക്കുക. 1 by f is equal to mu minus 1. mu എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇൻറ്റു 1 by r1 മൈനസ് 1 by r2. ശരിയല്ലേ? സൈൻ കൺവെൻഷൻസ് ഉപയോഗിച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 by f ദ പവർ തന്നിട്ടുണ്ട് 10. 1 by f എന്ന് പറയുമ്പോൾ 10 ഈസ് ഈക്വൽ ടു mu minus 1 ഇൻറ്റു 1 by r1 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ ആണ്, ശ്രദ്ധിച്ചോണം, 10 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പം നമുക്ക് പവർ തന്നിരിക്കുന്നത് SI യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ 10⁻² വരും. ശരിയല്ലേ? മൈനസ് പിന്നെ ഇത് R2 മൈനസ് വരും, കാരണം അടുത്ത സർഫസ് ആകുമ്പോൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ പ്ലസ് വരും, ബൈ 10 × 10⁻². അപ്പോൾ 2 by വരും. mu is equal to 3/2. Option 1. Move to the next question. Question number 8. In the given circuit, a galvanometer with a resistance 70 ohm, galvanometer resistance 70 ohm, is converted to an ammeter by a shunt of resistance 0.05 ohm. The total current measured by this device. ഈ ഡിവൈസിന് മെഷർ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ആണ്. 5 volt ബാറ്ററിയിൽ നിന്ന് ടോട്ടലി വരുന്ന കറണ്ടായി, ആ കറണ്ടായി കണ്ടുപിടിക്കണം അല്ലേ? സിമ്പിളാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഒന്നും തന്നെ നമുക്കിവിടെ ആപ്ലിക്കബിളായിട്ട് ഉപയോഗിക്കാനൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വിനോ കറണ്ട് I is equal to V/R എഫക്റ്റീവ് ആണ് അല്ലേ? R എഫക്റ്റീവ് എടുക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ സോൾവ് ചെയ്യണം അല്ലേ? അവിടെ ഈ 70യും 0.05 എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ എഫക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും R1 R2/R1 + R2 വരും. അത് സോൾവ് ചെയ്യുമ്പം 70 × 0.05 ഡിവൈഡഡ് ബൈ
70 പ്ലസ് 0.04 70.05 വരും. സോൾവ് ചെയ്തെടുത്തു, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ ഈ 5 ഓം എവിടെയുണ്ട്. അപ്പോൾ ആ 5 ഓമും ഇതും എങ്ങനെയാണ്, സീരീസാണ്. അപ്പം ആർ എഫക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 5 ഓം പ്ലസ് 70 ഇൻറ്റു 0.05 ഡിവൈഡ് ബൈ 70.05 വരും. സോൾവ് ചെയ്തെടുത്ത് എനിക്ക് തോന്നുന്നു അത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ജസ്റ്റ് നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്യാം. ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ സാധാരണ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മെത്തേഡ് മനസ്സിലാക്കുക. 70 ഇൻറ്റു 0.05 ഡിവൈഡഡ് ബൈ 70.05 0.05 വരുന്നുള്ളൂ. 0.05 എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 5.05. അപ്പോൾ വോൾട്ടേജ് 5 ആണ്, റെസിസ്റ്റൻസ് 5.05 എന്ന് പറയുമ്പോൾ 1 വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യൂ വരിക. ഐ തിങ്ക് ദി ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4, 0.99 ആംബിയർ. ഓക്കെ, മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. എ കറണ്ട് ഓഫ് 6 ആംബിയർ enters one corner P of an equilateral triangle PQR having 3 wires of resistance 2 ohm each. Okay. Then the current I1 and I2 are. സിമ്പിൾ ആണ്, ഇതിനകത്ത് കൂടുതലൊന്നും വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമായിട്ട് ഐ കറണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ കറണ്ട് നമുക്കറിയാം ഐ 6 ആംബിയർ ആണ്. ഓക്കെ, ഞാൻ ഐ എന്ന് നെയിം ചെയ്തു. ഐ കറണ്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ജംഗ്ഷൻ റൂൾ ഉപയോഗിച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഐ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. അതൊക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഈ വരുന്ന കറണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെയും ഇങ്ങനെയുമായിട്ട് പോവല്ലേ. ഈ ഒരു പി ആർ എന്നുള്ള സെക്ഷനും ഈ പി ക്യു ആർ എന്നുള്ള ഈ സെക്ഷനും ഈ സർക്യൂട്ടിൽ എങ്ങനെ പാരലാണ്. അപ്പോൾ ഇവർ പാരലായതുകൊണ്ട് ഇവിടെ എങ്ങനെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I2 ഇൻറ്റു 2 ഓം ഈക്വൽ ടു, കറക്റ്റ് ഇത് 2 ഓം. I1 ഇൻറ്റു എത്രയാണ്, 2 + 2 4 ഓം. ശരിയല്ലേ, കറക്റ്റ്. 2 4 കട്ടി, ഇവിടെ 2 വന്നു. അപ്പോൾ I2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 2I1 കിട്ടി. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഐ എത്ര 6 ആംബിയർ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എത്രയാണ് 2I, 3I1 കിട്ടി. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 2 ആംബിയർ. I1 2 ആംബിയർ ആണെങ്കിൽ I2 4 ആംബിയർ ആണ്. ഇപ്പോൾ 2 ആംബിയർ 4 ആംബിയർ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 10 വരാം. 2 condensers, one of capacity C and the other is capacity C/2. Capacity means capacitance. Connected to a V volt battery. The work done in charging fully both the condenser is. ബാറ്ററി ചെയ്യുന്ന ടോട്ടൽ വർക്ക് ആണെങ്കിൽ നമ്മുടെ ആൻസർ അത് വ്യത്യാസം വരും. ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കായിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റാം. The energy stored in the condenser. The total energy stored in condenser is. മൊത്തം 2 കണ്ടൻസറുമായിട്ട് സ്റ്റോർ ചെയ്യുന്ന മൊത്തം എനർജിയാണ് ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദി കണ്ടൻസർ. ഓക്കെ, അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സി എഫക്റ്റീവ് കണ്ടുപിടിക്കും. ഇവ രണ്ടുപേരും ചേർന്നുള്ള എഫക്റ്റീവ്. ഇതും എങ്ങനെയാണ്, പാരലല്ലേ. ഇപ്പോൾ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ C+C/2 3C/2. എന്താ സ്റ്റോർഡ് എനർജി ഇക്വേഷൻ, ഹാഫ് CV². ഇവിടെ സി എഫക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3C/2 ഇൻറ്റു V². 3/4 CV². ഓപ്ഷൻ 2. 11 വരാം. ഒരു സർക്യൂട്ടാണ്, എയും ബിയും ഇൻപുട്ട്സ് ആണ്, സി ഔട്ട്പുട്ടാണ്. സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ എർത്തിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 വോൾട്ടാണ്. അതിനും ഇത് റെസിസ്റ്ററാണ്, കാണുമ്പോൾ ഒരു കോയിൽ പോലെ തോന്നുന്നുണ്ട്, റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിന് 2 എൻഡുകൾക്ക് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ദ സർക്യൂട്ട് റെപ്രസെൻറ്റ് സിമ്പിളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ വോൾട്ടേജ് ഒന്ന് ഇവിടെ കൊടുത്ത് നോക്കാം. ആദ്യം എയിൽ 0, ബിയിൽ 0 കൊടുത്തു. എയും ബിയും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് നോക്കട്ടെ. എയും ബിയും 0 ആണ്, ഔട്ട്പുട്ടും 0 ആയിരിക്കും. അപ്പോൾ 0 0
0 A B C അടുത്ത് 0 1 ആക്കി നോക്കാം 0 1 ആക്കുമ്പോൾ ഈ ഡയോഡ് ഇവിടെ കണ്ടക്ഷൻ ഒന്നുമില്ല കാരണം ഇവിടെ 0 ഇവിടെ 0 കറണ്ട് ഫ്ലോ എന്ന ഡയോഡിലൂടെ ഇല്ല പക്ഷേ ഇത് 1ഉം ഇത് 0 ആകുമ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും ഈ ഡയോഡ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും ശരിയല്ലേ ഔട്ട്പുട്ട് സിക്കും 0യ്ക്കും ഇടയ്ക്കുള്ളതാണ് അപ്പോൾ ഈ റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് ഈ റെസിസ്റ്ററിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് ഇതൊരു ബൾബാണെങ്കിൽ ബൾബ് കത്തും അപ്പോൾ അതിൻ്റെ ഓൺ സ്റ്റേറ്റിൽ വന്നു അപ്പോൾ അങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നത് 1 0 ആകുമ്പോൾ നേരെ തിരിച്ച് നടക്കും 1 0 ആകുമ്പം ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും കറണ്ട് ഒഴുകും ബൾബാണെങ്കിൽ ബൾബ് കത്തും ഔട്ട്പുട്ട് ഉണ്ട് അപ്പോൾ 1 0യും 1 ആണ് 1 1 ആണെങ്കിലോ 1 1 ആണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈയാണ് അപ്പോൾ രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യും രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഒഴുകും ഉറപ്പായിട്ടും അപ്പോൾ ഔട്ട്പുട്ട് 1 ഏത് ഗേറ്റാണ് 0 0 0 0 1 1 അത് 1 0 1 1 1 1 എന്താ ഗേറ്റ് അത് ഓർ ഗേറ്റ് ആണ് ഓപ്ഷൻ 3 ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് വരാം ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് വി എ ലെസ് ദാൻ വി ബി ആണ് വി എ ലെസ് ദാൻ വി ബി ആണ് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വി എ ലെസ് ദാൻ വി ബി എന്ന് പറയുമ്പോൾ എ ലോവർ പൊട്ടൻഷ്യലും ബി ഹയർ പൊട്ടൻഷ്യലും ആണ് ഇവിടെ നമുക്കൊരു ഡയോഡ് കാണാം ഈ ഡയോഡിൻ്റെ ഇത് പി സൈഡാണ് ഇത് എൻ സൈഡാണ് പി ലോവറിലും എൻ ഹയറിലും ആണെങ്കിൽ ഡയോഡ് ഏത് ബയാസാണ് റിവേഴ്സ് ബയാസാണ് റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ് അല്ലേ അപ്പോൾ ഈ രണ്ട് എൻഡുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് ഈ 20 ഓമിലൂടെ മാത്രമായിരിക്കും കണ്ടോ കറണ്ട് ഫ്ലോ ഈ 20 ഓമിലൂടെ മാത്രമേ ഇങ്ങനെ ഒഴുകും അപ്പോൾ ഉടനെ എക്കും ബിക്കും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഇല്ല കറണ്ട് പോകുന്ന പാത്ത് ഇതായതുകൊണ്ട് ആ പാത്തിൻ്റെ റെസിസ്റ്റൻസ് നോക്കിയാൽ മതി ദാറ്റ് ഈസ് എത്രയാണ് അത് 20 ഓം ആണ് ഓപ്ഷൻ 2 ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 13 The electric field part of an electromagnetic wave in medium is represented by EX0 EY ഉള്ളൂ അല്ലേ അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം പ്രൊപ്പഗേഷൻ എക്സ് ആക്സിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ആക്സിസിലും ആയിരിക്കും ഓക്കെ EM വേവ്സ് ആണ് അങ്ങനെയാണ് വേവ് എങ്ങോട്ട് പോകുന്നു നോക്കിയത് ഏത് ഫോമിലാന്ന് നോക്കിയേ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E0 കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ് ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിലും കെ എക്സ് മൈനസ് ഒമേഗ ടി ആണെങ്കിലും എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണ് ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണെങ്കിൽ എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനായിരിക്കും അപ്പോൾ മൂവിങ് എലോങ് എക്സ് ഡയറക്ഷൻ മൂവിങ് എലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനല്ല എക്സ് ഡയറക്ഷനാണ് മൂവിങ് എലോങ് എക്സ് ഡയറക്ഷനേ വരുള്ളൂ അത് നമുക്ക് മനസ്സിലായി ഇനി അതിനകത്ത് എന്തൊക്കെ വേണം ഫ്രീക്വൻസിയും വേണം വേവ് ലെങ്തും വേണം ഫ്രീക്വൻസി കിട്ടാൻ എളുപ്പമല്ലേ കമ്പയർ ചെയ്താൽ ഒമേഗ കിട്ടും അല്ലേ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ആണ് ജനറൽ ഇക്വേഷൻ ദാറ്റ്സ് ഈക്വൽ ടു 2π ഇൻറ്റു 10⁶. 2π ക്യാൻസൽ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 10⁶ ഹെർട്സ് അപ്പോൾ അത് ഈ 1ലും 2ലും അത് ശരിയാണ് 1ലും 2ലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയും വേവ് ലെങ്തും കൂടെ കണ്ടുപിടിക്കാം വേവ് ലെങ്ത് എന്ന് പറയുമ്പം നമുക്ക് കെയുടെ ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെ ക്വസ്റ്റിനകത്ത് കെ തന്നിട്ടുണ്ട് പൈ ഇൻറ്റു 10⁻². കെയുടെ ജനറൽ ഇക്വേഷൻ എന്താ 2π ബൈ ലാംഡ ദാറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു 10⁻². പൈ ക്യാൻസൽ അല്ലേ അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 2 ബൈ 10⁻² ദാറ്റ് ഈസ് 200 മീറ്റർ ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14 A fraction f1 of a radioactive sample decay in 1 mean life. What is 1 mean life? 1 mean life tau is equal to 1 by decay constant. Okay, അതിൽ f1 fraction decay ചെയ്തു f1 fraction decay ചെയ്ത് ഈ ഒരു ടൈമിലാണ് and a fraction f2 decays 1 half life. What is 1 half life? T is equal to log 2 by lambda. ഇത് 1 by lambda ആണ് ഇത് log 2 by lambda ആണ്
ലോഗ് ടുവിൻ്റെ വാല്യൂ 0.693 സംതിങ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിലുണ്ടായ ഡി കെ ആണ് F2. ഇതിൽ ഏത് ഡി കെ ആണ് വലുത്? ഏത് ടൈമാണോ വലുത് അവിടുത്തെ ഡി കെ ആയിരിക്കും വലുത്. മീൻ ലൈഫ് ടൈമാണോ ഹാഫ് ലൈഫാണോ വലുത്? ഒരു സംശയം വേണ്ട, വലുത് ഏതാണ്? മീൻ ലൈഫ് ടൈമാണ്. അപ്പോൾ ടോ ഗ്രേറ്റർ ദാൻ ടി ആയതുകൊണ്ട് നമുക്ക് പറയാം F1 ഗ്രേറ്റർ ദാൻ F2 ആയിരിക്കും. Our answer is option 1, F1 greater than F2. 15ലേക്ക് വരാം. Out of the following, which one is not possible energy for a photon to be emitted by hydrogen atom according to Bohr atomic model? സിമ്പിളാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിന് ആൻസർ കിട്ടി കാണും. നിങ്ങൾ എനർജി ലെവലുകൾ അറിയാമല്ലോ, 1, 2, 3, 4 അങ്ങനെ പല എനർജി ലെവലുകളുണ്ട്. ഏറ്റവും താഴത്തെ എനർജി ലെവൽ എനർജി എത്രയാണ്? 13.6, അടുത്ത 3.4 അറിയാമല്ലോ, ഓരോ എനർജി ലെവലും അറിയാം അല്ലേ. 1.5 സംതിങ് അങ്ങനെ അങ്ങ് വരും, 0.8 സംതിങ് നമുക്കറിയാം, മൈനസ് ആണേ. ഇനി ഏതെങ്കിലും ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എനർജി ലെവലിൻ്റെ ബേസ് ഈക്വേഷൻ -13.6 Z² Z1 ആണ് ഹൈഡ്രജൻ ആറ്റത്തിൽ, n². n is equal to 1, n is equal to 2, n is equal to 3, n is equal to 4, n is equal to 5 അങ്ങനെ വരും. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെവലിലിടയ്ക്ക് ഒരു ഫോട്ടോൺ ട്രാൻസ്മിഷൻ നടന്ന പുറത്ത് വരുന്ന ഫോട്ടോണിൻ്റെ എനർജി 10.2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ അത് പോസിബിളാണ്. ഇവിടെ ഒരു ട്രാൻസ്മിഷൻ നടന്നാൽ നമുക്കറിയാം അവിടെ പുറത്ത് വരുന്ന എനർജി ഇവിടുത്തെ എനർജിയുടെ -1.5 സംതിങ് ആണ്, 54. അതിൻ്റെയും ഇതിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെയുള്ള എനർജി ലെവലുകൾ ഡിഫറൻസ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോണിൻ്റെ എനർജി കിട്ടും. അതങ്ങനെ പോസിബിൾ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. ഈ 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള ഫോട്ടോൺ എവിടെ നിന്നാണ് വരിക? ഇൻഫിനിറ്റിയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലെ ഒരു എനർജി ലെവലാണ്, അവിടുന്ന് ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോൺ താഴോട്ട് വരുമ്പം ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യണം. നമുക്ക് അത്ര എനർജി പ്രാക്ടിക്കലി പോസിബിളാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പോസിബിൾ അല്ലാത്തത് 11.1 ഇലക്ട്രോൺ വോൾട്ടേ വരുള്ളൂ. ചെയ്ത് നോക്കുക, ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നില്ല, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സിമ്പിൾ ക്വസ്റ്റനാണ് 16, തിയററ്റിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റനാണ്. ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് സർട്ടൻ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, സൈൻ ഇൻവേഴ്സ് 3/5 ആണ്. പോളറൈസിങ് ആംഗിൾ ഓഫ് ദി മീഡിയം, ബ്രൂസ്റ്റേഴ്സ് ലോ അനുസരിച്ച് പോളറൈസിങ് ആംഗിളിൻ്റെ ടാൻ എടുത്താൽ ടാൻ പി, ഇത് പോളറൈസിങ് ആംഗിളാണ്, അതെടുത്തു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഓഫ് ദി മീഡിയം കിട്ടും. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മ്യൂവും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ 1/sin c ആണ്. ഇത് നമുക്കറിയാം. സി അറിയാം, എന്ത് കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടാൻ പി ഈക്വൽ ടു 1/sin c. സി എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 3/5 ആണ്. അപ്പോൾ സൈൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3/5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5/3. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 5/3 ഓപ്ഷൻ 2. ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. ടാൻ ബി എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1/sin c ആണ്. ഓക്കെ, മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ falls on a surface separating the medium from air at an angle of incidence of 45 degree. For which of the following value of mu the ray can undergo total internal reflection? Total internal reflection നടക്കണമെങ്കിൽ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കണം ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ് അല്ലേ. സെപ്പറേറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് വാല്യൂ ഓഫ് മ്യൂ. ഓക്കെ, അപ്പോൾ മ്യൂ ഏത് വാല്യൂ വന്നാൽ ഈ 45 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയൊരു ആംഗിൾ വരും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളാണ് 45 ഡിഗ്രി എങ്കിൽ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കും. ശരിയല്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈക്വൽ ടു 1/sin c ആണ് അല്ലേ. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഈ സൈൻ സി വെച്ചൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മ്യൂ ഗ്രേറ്റർ ദാൻ, ഇതിനേക്കാൾ കൂടിയ വാല്യൂ വന്നാലേ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ, നമുക്കറിയാമല്ലോ. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു 1/sin c, 1/45, 1/√2, ദാറ്റ്സ് ഈക്വൽ ടു √2, ദാറ്റ്സ് ഈക്വൽ ടു 1.41.
അപ്പോൾ 1.41 സംതിങ്. ഓക്കെ, അതിനേക്കാൾ കൂടിയ മ്യൂ വാല്യൂ വന്നാൽ മാത്രമേ ഉള്ളൂ 45 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. 1.41 മ്യൂയുടെ വാല്യൂ കൂടിയത് ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? 3. ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരാം. ഒരു സോളിനോയിഡ് കാണാം. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, അതിൻ്റെ ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ ഫീൽഡ് പോകുന്ന പ്ലെയിനിൽ ഒരു സർക്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്നു, ഒരു കോയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഫീൽഡിന് പാരലാണ്. അപ്പം അതിൽ കറണ്ട് ഒഴുകുന്നതുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റ് നേരെ പുറത്തോട്ട് വരും, ആ കോയിലിൻ്റെ മൊമെൻറ്റ് നേരെ പുറത്തോട്ട് വരും. അപ്പോൾ അവൻ്റെ മൊമെൻറ്റിനും ഈ ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇതിലൊരു മാക്സിമം ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ടേൺ ചെയ്യാൻ നോക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ദ ടോർക്ക് റിക്വയർഡ് ടു ഹോൾഡ് ദി സ്മോൾ സർക്കുലർ കോയിൽ. ഇങ്ങനെ ഈ സ്മോൾ കോയിൽ ടോർക്ക് ആക്ട് തിരിയാൻ പാടില്ല. തിരിയാതിരിക്കാൻ വേണ്ടി മിനിമം നമ്മൾ എത്ര ടോർക്ക് കൊടുക്കണം? അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് തന്നെ കൊടുക്കണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് അതിന് ഏത് ടോർക്കിൽ തിരിക്കാൻ നോക്കുന്നുണ്ടോ അത്രയും ടോർക്ക് തന്നെ നമ്മളും കൊടുക്കണം. ശരിയല്ലേ? ഓക്കെ. എന്താ ടോർക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ തീറ്റ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. That is torque tau is equal to m into b sin 91. That is torque tau is equal to m എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന സ്മോൾ സർക്കുലർ കോയിലിൻ്റെ മൊമെൻ്റ് ആണ്. അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുമ്പം അതിലെ കറണ്ട് I1 എടുത്തു, കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് അതിൻ്റെ എടുത്തു N1 ഇൻറ്റു അതിൻ്റെ ഏരിയ എടുക്കണം, ഏരിയ A1 ഇൻറ്റു ഫീൽഡ് എടുക്കുമ്പം അത് ആരുടെ ഫീൽഡിനുള്ളിലായിരിക്കുന്നത്? സോളിനോയിഡിൻ്റെ. സോളിനോയിഡിൻ്റെ ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0 n I2. എല്ലാ ഡേറ്റ അറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I1 21/44 ഇൻറ്റു N1 ഏരിയ 1 millimeter square ആണ്. 1 ഇൻറ്റു 10⁻³ മീറ്ററിലേക്ക് മാറ്റണ്ടേ, ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. ഇൻറ്റു മ്യൂസിയുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് ആണ് 10⁻³ ടേൺസ് പെർ മീറ്റർ ഇൻറ്റു കറണ്ട് I2ൻ്റെ വാല്യൂ 2.5 അഥവാ 5/2 ആണ്. പൈക്ക് 3.14 അല്ല 22/7 കൊടുക്കാം. എല്ലാം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. വി ഗെറ്റ് ദി ആൻസർ. ഓപ്ഷൻ 2 ഈസ് അവർ ആൻസർ. മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. The electric field and the potential of an electric dipole. ഇലക്ട്രിക് ഡൈപോൾ ഷോർട്ട് ഡൈപോൾ ആണ് അവർ മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ഡൈപോളിൻ്റെ കാര്യം ഓർത്താൽ മതി കേട്ടോ. വേരി വിത്ത് ഡിസ്റ്റൻസ്. ഷോർട്ട് ഡൈപോളിൻ്റെ ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞ് ഈ ആക്സിസ് ഇസ് ഈക്വൽ ടു 1/4πε0 2p/r³. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിസിലെ ഫീൽഡ് 1/4πε0 2p/r³. ഇതേ ആക്സിസിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ആക്സിസ് ഇസ് ഈക്വൽ ടു 1/4πε0 p/r² ആണ്. പി കോസ് θ/r² ആണ്. ആക്സിസിലാകുമ്പോൾ തീറ്റ 0 ആണ്, കോസ് 0 1 ആണ്, p/r² വരും. അപ്പം r³ r², 1/r³ 1/r², ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരാം. 2 insulated charged metallic spheres P and Q have their centers separated by a distance 60 cm. Okay. The radii of P and Q are negligible എന്ന് പറയുമ്പോൾ അതിന് പോയിന്റ് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഇഫ് ദി ചാർജ് ഓൺ ഈച്ച് സ്ഫിയർ ഈസ് തന്നിട്ടുണ്ട്. കൂളംസ് ലോ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. 1/4πε0 Q1 Q2/r². That is F is equal to 9 into 10⁻⁹ into 3.2 into 10⁻⁻7 into 3.2 into 10⁻⁻7 divided by എത്രയാണ് രണ്ട് പേർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്? 60 cm.
അപ്പോൾ 60 × 10⁻², അതിൻ്റെ സ്ക്വയർ എടുക്കണം. 60 സെൻറ്റിമീറ്റർ അതിൻ്റെ സ്ക്വയർ എടുക്കണം, r² എടുക്കണം. സോൾവ് ചെയ്യുക, വി ഗെറ്റ് ദി ആൻസർ. ഓപ്ഷൻ 2 കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 21ലേക്ക് വരാം. An electromagnetic wave of frequency 3 MHz passes from vacuum into a dielectric medium. Dielectric medium ആണ്. പെർമിറ്റിവിറ്റി എപ്സിലോൺ തന്നിട്ടുണ്ട് 4 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ എന്താ കണ്ടുപിടിക്കണം? വേവ് ലെങ്തിന് എന്ത് സംഭവിക്കുന്നു, ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നു കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റി v = c/n ആണ്. ദറ്റ് ഈസ് c/√μr εr ആണ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഈ μr എന്ന് പറഞ്ഞാൽ എന്താ? μr എന്ന് പറഞ്ഞാൽ അത് μr എന്ന് പറഞ്ഞാൽ μ/μ0 അല്ലേ? εr എന്ന് പറഞ്ഞാൽ ε/ε0 ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കിയേ. അപ്പോൾ μr εr, μrൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ μ/μ0 കൊടുക്കാം, εrൻ്റെ വരെ ε/ε0 കൊടുക്കാം അല്ലേ? ഇനി അല്ലെങ്കിൽ ഇവർ മിക്കവാറും ഉദ്ദേശിച്ചിരിക്കുന്ന εr ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിരിക്കും, മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അത് സിമ്പിളായിട്ട് ചിന്തിക്കാം. ഈ εr എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് εr ആയിട്ട് എടുക്കാം. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ദെൻ പിന്നെ ഡയലക്ട്രിക് മീഡിയം എന്നൊക്കെ പറയുമ്പം നമുക്കതിൻ്റെ μrൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ μrൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുന്നു. ഇത് 4 ആണെങ്കിൽ ദിസ് ബിക്കം c/√4 വരും. √4 എത്ര വരും? 2 വരും. അപ്പോൾ സ്പീഡ് വാക്വത്തിൽ നിന്ന് മീഡിയത്തിൽ വരുന്ന സ്പീഡ് പകുതിയാവും. സ്പീഡ് പകുതിയായി വേവ് ലെങ്തും പകുതിയാവും. ബിക്കോസ് വി നോ ന്യൂ = c/λ, c = ν⁴. c എന്താണ്? ν⁴. കറക്റ്റ് അല്ലേ? അപ്പോൾ സിയും ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഉണ്ടാകില്ല. ഏത് മീഡിയത്തിൽ നിന്ന് ഫ്രീക്വൻസി മാറില്ല. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സി പകുതി ആയി കഴിഞ്ഞാൽ, വെലോസിറ്റി പകുതി ആയി കഴിഞ്ഞാൽ ലാംഡയും പകുതിയായി. വേവ് ലെങ്ത് ഈസ് ഹാഫ്ഡ് ആൻഡ് ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓപ്ഷൻ 4. ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്. ദ വോൾട്ടേജ് അക്രോസ് എ സൈക്കിൾ വേരീസ് ആസ് v0 sin ωt 0 < t < π/ω. പിന്നെ -v0 sin ωt for π/ω < t < 2π/ω. അങ്ങനെയാണെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഫോർ വൺ സൈക്കിൾ ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്കറിയാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രൽ ആദ്യത്തെ എവിടം തൊട്ട് എവിടം വരെയാ? 0 to π/ω. ഫംഗ്ഷൻ ഏതാ? v0 sin ωt dt. ഓക്കെ, കഴിഞ്ഞില്ല. പ്ലസ് അടുത്തൊരു ടേം കൂടെ ഉണ്ട് അവിടെ. മൊത്തം ആവറേജ് എടുക്കണ്ടേ? പ്ലസ് ഇൻ്റഗ്രൽ അടുത്ത് എവിടെ നിന്ന് തൊട്ടാ? π/ω2 എത്രയാ? π/ω2 2π/ω മൈനസ് v0 sin ωt dt. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഏത് ഇൻ്റർവെല്ലാണ് എടുക്കുന്നത്, ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 0 തൊട്ട് 2π/ω വരെയുള്ളത്. അപ്പോൾ 2π/ω നമ്മുടെ ഇൻ്റർവെൽ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ഇച്ചിരി ചെയ്യാനുണ്ട്. അതായത് ഇപ്പം നോക്കുവാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു v0 കോൺസ്റ്റൻ്റ് ആണ്, v0 ഇൻറ്റു, കറക്റ്റ് അല്ലേ? v0 കോൺസ്റ്റൻ്റ് ആണ്, v0 ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ ഇത് രണ്ടായിട്ട് വേണം ചെയ്യാം. ഇവിടെ നമുക്ക് π/ω എടുക്കാം, ഇവിടെ നമുക്ക് π/ω എടുക്കാം, അങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, അല്ല നമ്മൾ ഇതിനെ രണ്ടായിട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. രണ്ടായിട്ട് ചെയ്യുമ്പം നമ്മൾ 2 ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? യെസ്, 2 ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ ആവറേജ് വാല്യൂ എടുക്കുമ്പം 0 to π/ω v0 sin ωt dt ഡിവൈഡ് ബൈ ഇൻ്റർവൽ എന്താ? π/ω ആണ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുമ്പം ഇൻ്റർവെല് 2π/ω മൈനസ് π/ω ആണ്.
ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ പൈ ബൈ ഒമേഗ വരും. ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ V0 ബൈ പൈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. V0 ബൈ പൈ ബൈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി വരും. അതിന് പൈ ബൈ ഒമേഗ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഫൈനൽ റിസൾട്ട് ബിക്കം, ഇപ്പോൾ നമ്മൾ മൈനസ് കോസ് ഒമേഗ ടി വന്നു. മൈനസ് കോസ് ഒമേഗ ടി ലിമിറ്റ് കൊടുക്കുന്നത് 0 ടു പൈ ബൈ ഒമേഗയാണ്. 0 ടു പൈ ബൈ ഒമേഗ. അപ്പോൾ ടിക്ക് ആദ്യം പൈ ബൈ ഒമേഗ കൊടുക്കും. അപ്പോൾ ഒമേഗ ബൈ ഇവിടെ പൈ വരും. അപ്പോൾ കോസ് 180 മൈനസ് 1 വരും. പിന്നെ ടിക്ക് 0 കൊടുക്കും. അപ്പോൾ കോസ് 0 1 വരും. അപ്പോൾ ഇറ്റ് ബിക്കം 2 വരും. അപ്പോൾ 2 ശരിയല്ല. പിന്നെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ബൈ ഒമേഗയും കൂടി ഉണ്ടേ. ശരിയല്ല. അപ്പോൾ ഈ ഒമേഗയും ക്യാൻസലായി പോയിട്ട് അവസാനം 2V0 ബൈ പൈ വരും. അതുപോലെ ഇവിടെ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ വരും. അതിനാകെ ഒരു വ്യത്യാസമുള്ളത്, ഇപ്പോൾ സൈൻ ഒമേഗ ടീന് ഇൻ്റഗ്രേറ്റ് മൈനസ് കോസ് ഒമേഗ ടി ഇവിടെ പ്ലസ് വരും. ശരിയല്ലേ? ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് ടൈം തന്നെ വരും. അവിടുത്തെ പോലെ നെഗറ്റീവ് ടൈം വരില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ മൈനസ് ഉള്ളത് കൊണ്ട് ഇത് മൊത്തത്തിൽ എന്തായി? മൈനസ് ഇല്ലായിരുന്നു ഇത് മൊത്തത്തിൽ നെഗറ്റീവ് ആയി പോയേനെ. പക്ഷേ ഈ മൈനസ് ഉള്ളതുകൊണ്ട് അതൊരു പോസിറ്റീവ് ടൈം ആയിട്ട് മാറും. 2V0 ബൈ പൈ ചെയ്ത് നോക്കിക്കോണേ. അപ്പോൾ രണ്ടും 2V0 ബൈ പൈ ആണ്. ടോട്ടൽ ആവറേജ് എത്ര തന്നെയാണ്? 2V0 ബൈ ആണ്. ഓപ്ഷൻ 4 ഈസ് അവർ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരാം. 23ലേക്ക് വരാം. സ്ട്രോങ്ഷ്യത്തിൻ്റെ ഹാഫ് ലൈഫ് 28 ഇയേഴ്സ് ആണ്. ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് 15 milligram ഓഫ് ദിസ് ഐസോട്ടോപ്പ് ഈസ് ടു ബി ദി ഓർഡർ ഓഫ്. ഡിസിൻറ്റഗ്രേഷൻ റേറ്റ് ആണ്, dN/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി dN/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dN/dt എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ n ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ലാംഡ വേണം, n വേണം. ലാംഡ തന്നിട്ടുണ്ടോ? ഓക്കെ, ലാംഡ തന്നിട്ടില്ല. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ടല്ലേ. ടി ഹാഫ് ഈസ് ഈക്വൽ ടു ലോഗ് 2 ബൈ ലാംഡയാണ്. അതിൽ നിന്ന് ലാംഡ കിട്ടി ലോഗ് 2 ബൈ ടി ഹാഫ്. കണ്ടോ? ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ ടി ഹാഫ് എടുക്കുമ്പോൾ 28 ഇയേഴ്സിനെ സെക്കൻഡിലേക്ക് മാറ്റണം. ഇൻറ്റു 28 ഇയേഴ്സ് അല്ല, ഇൻറ്റു 365 ഡേയ്സ് ഇൻറ്റു 24 ഇൻറ്റു മിനിറ്റ് 60 ഇൻറ്റു 60. ഇച്ചിരി പണിയുണ്ട് അല്ലേ, ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാംഡ കിട്ടി. ഇനി n വേണം. n എങ്ങനെ കിട്ടും? n എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് കിട്ടാൻ വേണ്ടി നമുക്ക് 50 milligram ആണ് മാറ്റർ ഉള്ളത് അല്ലേ. അപ്പോൾ 50 milligram 90 ആണ് അതിൻ്റെ എന്ത് മാസ് നമ്പർ. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട് 6.02 × 1023 നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട് എവിടെ? 1 ഗ്രാമിനകത്ത്. അപ്പോൾ യൂണിറ്റ് ഗ്രാമിലേക്ക് കിട്ടാൻ വേണ്ടി 90 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ 6.02 × 1023 90 ഗ്രാമിനകത്ത് 6.02 × 1023 ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. 90 ഗ്രാമിനകത്ത് 6.02 × 1023 ഉണ്ടെങ്കിൽ യൂണിറ്റ് ഗ്രാമിലെ എത്ര പാർട്ടുകളെന്ന് അറിയാൻ വേണ്ടി 6.02 × 1023 ഡിവൈഡ് ബൈ 90 എടുക്കുക. ഇൻറ്റു നമുക്ക് വേണ്ട മാസ് എത്രയാണ്? 15 milligram ആണ്. 15 മില്ലിയാണ്, 10⁻³ വരും. ഈ എന്നും ഈ ലാംഡയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് dN/dt. ഈ dN/dt കിട്ടുമ്പം എനിക്ക് തോന്നുന്നു അതായത് dN/dt സോൾവ് ചെയ്യുമ്പോൾ dN/dt ഈസ് ഈക്വൽ ടു 7.87 സംതിങ് ഇൻറ്റു 10⁻10 ആണെന്ന് തോന്നുന്നു കിട്ടുന്നത്. ഡീക്കേ റേറ്റ് അത്രയും ബെക്കറിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചോദിക്കുമ്പോൾ മേ ബി 10⁻⁴ പവർ എത്രയാണെന്ന് നോക്കിയിട്ട് 10⁻10 ബെക്കറിൽ എന്ന് വേണേൽ പറയാം. പക്ഷേ എക്സാക്ട്ലി അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 7.87 ആണ് വന്നിരിക്കുന്നത്. 10നോട് വളരെ അടുത്ത നമ്പർ ആയതുകൊണ്ട് നമ്മളതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ അതിനെ 10 കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും 10 × 10⁻10 നമ്മളതിനെ 10⁻11 എടുക്കുകയും ചെയ്യുന്നതാണ് എക്സാക്റ്റ് വേ. അപ്പോൾ ഇവിടെ 10⁻10 പവർ ഉണ്ട്, ഉടനെ അതിൻ്റെ ഓർഡർ 10⁻10 എടുക്കുന്നതിനേക്കാൾ നല്ലത് 7.87 5നേക്കാൾ കൂടിയ നമ്പർ ആയതുകൊണ്ട് അതിനെ റൗണ്ട് ചെയ്ത് 10 എന്ന് എടുക്കുകയും 10 × 10⁻10 10⁻11 എടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ. ഓപ്ഷൻ 1.
straight question ആണ്. For the same objective, what is the ratio of least separation between 2 points to be distinguished by a microscope for light wavelength 5000 angstrom and electrons accelerated through 100 volt used as illuminating substance? Okay. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലീസ്റ്റ് സെപ്പറേഷൻ റിസോൾവിങ് പവറിൻ്റെ ഐഡിയ ആണ് ക്വസ്റ്റൻ അത് ചോദിച്ചിരിക്കുന്നത്. ഫോർ ദി സെയിം ഒബ്ജക്റ്റീവ് വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ലീസ്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ 2 points ടു ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ മൈക്രോസ്കോപ്പ് ഫോർ ലൈറ്റ് 5000 ആങ്സ്ട്രോം ആൻഡ് accelerated through 100 volt used by illuminating the substance. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, റേഷ്യോ ഓഫ് ആ സെപ്പറേഷൻ ആണ് ഏറ്റവും റിസോൾവിങ് പവറിൻ്റെ ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഫ്രാക്ഷൻ കണ്ടീഷൻ ഉപയോഗിക്കാം. 2d sin theta is equal to n lambda. ഓക്കെ, ബിറ്റ്വീൻ അപ്പോൾ ലാംഡ 2d sin theta is equal to lambda. അതിൽ നിന്ന് നമുക്ക് ലാംഡ 1 നമുക്ക് d1 എടുക്കാം. d1 is equal to lambda 1 by നമുക്ക് a sin theta രണ്ടിടത്തും എടുക്കാം അല്ലേ. അപ്പോൾ 2 sin theta is equal to എന്ത് വന്നു, ലാംഡ 1 by d1 വന്നു, ശരിയല്ലേ. അപ്പോൾ ലാംഡ 1 by d1 ഈക്വൽ ടു ലാംഡ 2 by d2 എടുക്കാം അല്ലേ. രണ്ട് കേസിലും നമുക്കത് ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ ലാംഡ 1 by d1 ഈക്വൽ ടു ലാംഡ 2 by d2. അങ്ങനെയാണ് ലാംഡ 1 by ലാംഡ 2 ഈസ് ഈക്വൽ ടു d1 by d2 എന്ന് വന്നു. കറക്റ്റ് ആണോ? ലാംഡ 1 by d1 ഈസ് ഈക്വൽ ടു ലാംഡ 2 by d2. അപ്പോൾ ലാംഡ 1 by ലാംഡ 2 d1 by d2 എന്ന് കിട്ടി. അപ്പോൾ d1 by d2 റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലാംഡ 1 ഈസ് ഗിവൺ 5000 ആങ്സ്ട്രോം, പക്ഷേ ലാംഡ 2 നമുക്ക് അൺനോൺ ആണ്. ലാംഡ 2 എങ്ങനെ കിട്ടും? ലാംഡ 2 കിട്ടണമെങ്കിൽ നമുക്കറിയാം ഡി ബ്രോയി വേവ് ലെങ്ത് ആണ്. ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ എക്സ്പ്രഷൻ എടുക്കണം. ഒരു പൊട്ടൻഷ്യൽ തന്നിട്ടുള്ളതാണ് നമുക്കറിയാം. ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഡി ബ്രോയി വേവിലെ എക്സ്പ്രഷൻ 12.27 ഡിവൈഡഡ് ബൈ √v ആങ്സ്ട്രം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 12.27 ഡിവൈഡ് ബൈ √v എന്ന് പറഞ്ഞാൽ 100 ആണ്, ഇവിടെ 10 വരും. 1.227 ആങ്സ്ട്രം വരും. അപ്പോൾ ഈ ലാംഡ 2 കിട്ടി. അപ്പോൾ ലാംഡ 1 by ലാംഡ 2 എടുക്കുക, d1 by d2 കിട്ടും. വി ഗെറ്റ് ദി ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 25. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് സർഫസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് റിഫ്രാക്റ്റീവ് റേഡിയസ് ഓഫ് കർവേച്ചർ 40 ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. പവർ കണ്ടുപിടിക്കുക. പവറിൻ്റെ എക്സ്പ്രഷൻ 1/f ആണ് അല്ലേ. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിച്ചു. μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. അപ്പോൾ രണ്ടും 40 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ 2/40 സെൻറ്റിമീറ്റർ വരും. സെൻറ്റിമീറ്റർ ആണ്, മീറ്ററോട്ട് മാറ്റണം. മ്യൂവിൻ്റെ വാല്യൂ 1.5 ആണ്. 1/f ആണ് ക്വസ്റ്റ്യൻ. പവർ ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് വരാം. At a given place on Earth's surface, the horizontal component of Earth magnetic field is given. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗിവൺ. ആംഗിൾ ഓഫ് ഡിപ്പ് സിമ്പിൾ അല്ലേ. ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് BH ഇസ് ഈക്വൽ ടു B cos θ അല്ലേ. ഈ തീറ്റയാണ് ഡിപ്പ്. അപ്പോൾ അതിൽ നിന്ന് cos θ ഈസ് ഈക്വൽ ടു BH by B എന്ന് എഴുതാം അല്ലേ. BH എത്രയാ? BH ഹൊറിസോണ്ടൽ ഫീൽഡ് 2 ഇൻറ്റു 10⁻⁻5 ഡിവൈഡ് ബൈ B 4 ഇൻറ്റു 10⁻⁻5. പോയില്ലേ? 1/2. കോസ് എത്രയാ? 1/2. കോസ് 60 അല്ലേ. ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് വരാം. 50 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള സോളിനോയിഡ് 100 ടേൺസ് ഉണ്ട്. ക്യാരീസ് കറണ്ട് 2.5 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് 1 എൻഡ് ഓഫ് ദി സോളിനോയിഡ് ആണ് ക്വസ്റ്റ്യൻ. ഒരു സോളിനോയിഡിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് μ0 Ni ആണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി എൻഡ് ആണ്. എൻഡിലെ ഫീൽഡ് μ0 Ni/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു μ0 എന്ന് പറഞ്ഞാൽ അത് 4π ഇൻറ്റു 10⁻⁻7 ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ടോട്ടൽ ടേൺസ് 100 ബൈ ലെങ്ത് എടുക്കുന്നതാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ശരിയല്ല. ഓക്കെ,
പിന്നെ കറണ്ടാണ്. കറണ്ട് അവിടെ 2 കൂടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ. കറണ്ട് എത്രയാണ്? 2.5. സോൾവ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പം ആൻസർ കിട്ടും. ശരിയല്ലേ? ഓക്കെ. ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a circuit, a cell with internal resistance small r is connected to an external resistance R. The condition for the maximum current that drawn from the cell is. Maximum current drawn ചെയ്യണം അല്ലേ? Current I is equal to V by R plus R ആണ് അല്ലേ? മാക്സിമം കറണ്ട് ഡ്രോൺ ഫ്രം ദി സെൽ എന്ന് പറയുമ്പോൾ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞിരിക്കണമെങ്കിൽ ഇന്നെ സർക്യൂട്ട് എ സെല്ല്, ഒരു സെല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ R സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, ഈ R എക്സ്റ്റേണലി ഉള്ള റെസിസ്റ്റൻസ് ആണ്. അത് ഏറ്റവും കുറഞ്ഞിരിക്കുക. ഇതിൻ്റെ വാല്യൂ എത്രയാകുക? 0 ആകുക. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായാലും മെത്തേഡ് ഒഴിവാക്കാൻ പറ്റില്ല. R ഈക്വൽ ടു 0. ഓപ്ഷൻ 4. അപ്പോൾ ഇത് ഏറ്റവും മിനിമം റെസിസ്റ്റൻസ്, കറണ്ട് ഏറ്റവും മാക്സിമം. 29ലേക്ക് വരാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ്? ആർ ക്ലോസർ ഇൻ റീജിയൻസ് ഓഫ് ലാർജ് ഇലക്ട്രിക് ഫീൽഡ് കമ്പയർ ടു റീജിയൻസ് ഓഫ് ലോവർ ഇലക്ട്രിക് ഫീൽഡ്. ശരിയാണ് അല്ലേ? സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിൽ അവർ ക്ലോസർ ആയിരിക്കും. സെക്കൻഡ് വൺ, വിൽ ബി മോർ ക്രൗഡഡ് നിയർ ഷാർപ്പ് എഡ്ജസ്. ഒരു കണ്ടക്ടറിൻ്റെ ഷാർപ്പ് എഡ്ജിൽ ഫീൽഡ് കൂടുതലാണ്. ഫീൽഡ് കൂടുതലാണ്, ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അവിടെ ക്ലോസർ ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3, വിൽ ഓൾവേസ് ബി ഈക്വലി സ്പേസ്ഡ്. തെറ്റാണ്, യൂണിഫോം ഫീൽഡിലേ വരുള്ളൂ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് വരാം. എ പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂൾ ഈസ് ഫൗണ്ട് ടു ഹാവ് നെഗറ്റീവ് ചാർജ് ഈസ് ഗിവൺ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ടു പോളിത്തീൻ ഫ്രം വൂൾ. ക്വാണ്ടൈസേഷൻ Q is equal to Ne. N is equal to Q by E. Q എത്രയാ? 6 into 10 to the power minus 7 divided by E ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 into 10 raised to minus 19. സിമ്പിളായിട്ട് ആൻസർ കിട്ടും അല്ലേ? 3 പോയിൻ്റ് വരികയല്ലേ? ഓപ്ഷൻ 4, 3.75 into 10 raised to 12. ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് വരാം. ഒരു എക്സ്റേ ട്യൂബാണ്. എക്സ്റേ ഒന്നും നമ്മുടെ സിലബസിൽ ഒത്തിരി പഠിക്കേണ്ടതല്ല, ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എക്സ്റേ ട്യൂബ് പ്രൊഡ്യൂസസ് കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ വിത്ത് ഷോർട്ട് വേവ് ലെങ്ത് എൻഡ് അറ്റ്. ഷോർട്ട് വേവ് ലെങ്ത് 0.45 ആങ്സ്ട്രം ആണ്. ഷോർട്ട് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ആയിരിക്കുമല്ലോ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കുമല്ലോ എനർജി ഏറ്റവും കൂടുതൽ. മാക്സിമം എനർജി ഓഫ് ഫോട്ടോൺ ചോദിച്ചു കഴിഞ്ഞാൽ ആ വേവ് ലെങ്ത് വെച്ച് എനർജി കണ്ടുപിടിച്ചാൽ മതി. എനർജി ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. hc എന്ന് പറയുമ്പോൾ ആങ്സ്ട്രമിലായതുകൊണ്ട് hc എന്ന് പറയുമ്പോൾ 12400 ഡിവൈഡ് ബൈ 0.45 ആങ്സ്ട്രം. വി ഗെറ്റ് ദി ആൻസർ. ഓക്കെ. ഓപ്ഷൻ 2, 27.6 കിലോ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ. 32ലേക്ക് വരാം. The wavelength limit present in fund series. ഫണ്ട് സീരീസ് എന്നാണ്. ഫണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടുള്ള ട്രാൻസിഷനാണ്? 1ലേക്ക് ആകുമ്പോഴത്തേക്കും ലൈമാൻ, 2ലേക്ക് ആകുമ്പോൾ ബാമർ, ലൈമാം, ബാമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പോൾ അത് 5ാമത്തെ ലെവലിലേക്കാണ്. ഇവിടുന്ന് 5ാമത്തെ ലെവലിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. വേവ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ 1 by lambda is equal to R into 1 by NF square minus 1 by NI square. ഇക്വേഷൻ അറിയാമല്ലോ. ദറ്റ് ഈസ് 1 by lambda is equal to R into 1 by NF. F എത്രയാണ്? 5 ആണ്. 25 വരും അല്ലേ? ഇത് ഇൻഫിനിറ്റി എന്നാണ്. 1 by ഇൻഫിനിറ്റി 0 ആണ്. Lambda is equal to 25 by R. 25 divided by R ൻ്റെ വാല്യൂ, ബേസിക് വാല്യൂ ആണ് നമുക്കറിയാം, 1.097 into 10 raised to 7. സോൾവ് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ആൻസർ കിട്ടും. ഓപ്ഷൻ 3 കിട്ടും. ഓക്കെ.
ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്ക് വരാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു സീരീസ് LCR സർക്യൂട്ടാണ്. ഇംപീഡൻസ് കണ്ടുപിടിക്കണം. എന്താണ് ഒരു LCR സർക്യൂട്ടിൻ്റെ ഇംപീഡൻസിൻ്റെ ഇക്വേഷൻ? Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. How we get XL? XL is equal to L omega. That is XL is equal to the value of L 1 ആണ്, ഒമേഗ വേണം, 2 pi nu ആണ്. ന്യൂ 250 by pi തന്നിട്ടുണ്ട്. 250 by pi ഹെഡ്സ് ആണോ നോക്കണം, ഹെഡ്സ് ആണ്. അതുപോലെ ഇനി എക്സ് വേണം. എക്സ് ഈസ് ഈക്വൽ ടു 1 by C ഒമേഗ ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 by സിയുടെ വാല്യൂ നോക്കുക, 20 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 20 ഇൻറ്റു 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ into ഒമേഗ അഗെയിൻ 2 pi എഫ്. എഫ് എത്രയാണ് ഫ്രീക്വൻസി? 250 by pi. പൈ ക്യാൻസലാവും. സോൾവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ പൈ ക്യാൻസലാവും. ഇവിടെ 500 വരും അല്ലേ. ഇവിടെ അതുപോലെ തന്നെ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ Z ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആറിൻ്റെ വാല്യൂ അറിയാം. ആറിൻ്റെ വാല്യൂ 300 ആണ്. 300 പിന്നെ XL മൈനസ് എക്സ് വരും. XL 500 കിട്ടും. എക്സ് എനിക്ക് തോന്നുന്നു 100 കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ 400 വരും. അപ്പോൾ ആറ് എത്രയാണ്? 300 ആണ്. ഇതെത്ര വരും? 400 വരും. അപ്പോൾ 500 വരും. Z ഈസ് ഈക്വൽ ടു 500, ഓപ്ഷൻ 4. 34ലേക്ക് വരാം. From an LCR circuit, the power transferred from the driving source to be driven oscillator is P is equal to I² Z cos phi. Okay, അങ്ങനെ എടുക്കാം. Then the power factor cos phi greater than or equal to 0, power greater than or equal to 0. Power factor cos phi അങ്ങനെ വരുള്ളൂ. കാരണം നമുക്കറിയാം പവർ ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല അല്ല. ആവറേജ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 അല്ല, പോസിറ്റീവ് ആയിരിക്കും. ഒരു LC സർക്യൂട്ടൊക്കെ ആണെങ്കിൽ അവിടെ പവർ ഡിസിപ്പേഷനേ ഇല്ല. എല്ലും സിയും ആണെങ്കിലും ഇല്ല, ആറിലാണ് പവർ ഡിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വണ്ണിലേക്ക് വരാം. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ക്യാൻ ഗിവ് നോ എനർജി ടു ദി ഓസിലേറ്റർ P is equal to 0 ഇൻ സം കേസ്. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതൊരു എല്ലിൻ്റെയോ സിയുടെയോ സർക്യൂട്ടായിരിക്കണം. റെസിസ്റ്റൻസ് ഉണ്ട്, പവർ ഡിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡക്ടറോ കപ്പാസിറ്ററോ മാത്രമോ അല്ല അവർ രണ്ടുപേരും ഉള്ള സർക്യൂട്ടൊക്കെ ആണെങ്കിൽ അവിടെ പവർ ഡിസിപ്പേഷൻ എത്രയാകാം? 0 ആകാം. അതും ഒരു പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തേർഡ് വൺ, ദ ഡ്രൈവിംഗ് ഫോഴ്സ് കനോട്ട് സൈഫൺ എന്ന് പറഞ്ഞാൽ സൈഫൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ദ ഡ്രൈവിംഗ് ഫോഴ്സ് കനോട്ട് സൈഫൺ ഔട്ട് P less than 0, പവർ നെഗറ്റീവ് ആകും. ദ എനർജി ഔട്ട് ഓഫ് ദി ഓസിലേറ്റർ. അങ്ങനെ ഓസിലേറ്ററിനകത്ത് ഇങ്ങോട്ട് എനർജി എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് പവർ എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. കനോട്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കനോട്ട്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. വി ചൂസ് ദി ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 35ലേക്ക് എത്തി. എ സിലിണ്ടറിക്കൽ ബാർ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് as shown in figure. A wire is connected from from the axis and is made to touch the cylindrical surface through the contact. ഇങ്ങനെ ഒരു ആക്സിസിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവുകയാണ്. മാഗ്നറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഒരു മാഗ്നറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സൗത്തിൽ ചെന്ന് കയറുന്നു. സൗത്ത് ടു നോർത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇങ്ങനെ മാഗ്നറ്റ് തിരിയുമ്പോൾ ഫീൽഡ് ലൈൻസുകളുടെ പാറ്റേൺ സിമെട്രിക് ആയതുകൊണ്ട് ഫ്ലക്സിന് യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. പറഞ്ഞ് മനസ്സിലായോ? ഈ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചാലും എല്ലാം ഫീൽഡ് ലൈൻസിൻ്റെ പാറ്റേൺ ഒരുപോലെ. അപ്പം നമുക്ക് ആ എടുത്തിരിക്കുന്ന ഈ കാണുന്നൊരു ലൂപ്പിലൂടെ നമുക്ക് അവിടെ എന്ത് കാണില്ല? ഫ്ലക്സ് ചേഞ്ച് കാണില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യില്ല? ഒരു കറണ്ടും ഇൻഡ്യൂസ് ചെയ്യില്ല. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി അമീറ്റർ എ, ഓപ്ഷൻ 2. 36. 2 circular coils can be arranged in any of 3 situations shown in the figure. Mutual inductance will be, എവിടെയായിരിക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടുതൽ കുറവെന്നൊക്കെയാണ്.
ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് മറ്റൊരു കോയിലിലൂടെ പാസ് ചെയ്യണം അല്ലേ, ശരിയല്ലേ? അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ, നല്ലോണം പാസ് ചെയ്യണമെങ്കിൽ അവർ വളരെ ക്ലോസ് ആയിരിക്കണം, അവരുടെ പ്ലെയിനുകൾ പാരലായിരിക്കണം. അതായത് ഇപ്പം ഞാൻ ഈ സെക്കൻഡ് കോയിൽ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാൻ പോവാണെന്ന് നോക്കിക്കോണേ. സെക്കൻഡ് കോയിലൂടെയുള്ള ഫ്ലക്സ് വേണം. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, അല്ലെ ബി എ കോസ് തീറ്റ ആണ് അല്ലേ. ഈ സെക്കൻഡ് കോയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ട് വരും, ഏരിയ ഇങ്ങോട്ടാണ്. ഇതിവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആയിട്ട് അതിൻ്റെ ആക്സസ് അല്ലേ, ഈ ഫീൽഡ് നേരെ അങ്ങോട്ട് വരും. ഫീൽഡിന് ഏരിയയ്ക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 0 ആണ്, ഫ്ലക്സ് 0 ആയി പോകും. അപ്പോൾ ഇവിടെയും ഫ്ലക്സ് ഇല്ല. അതുപോലെ തന്നെ ഈ കേസ് നോക്കിക്കഴിഞ്ഞാലും ഫ്ലക്സിന് അളവ് വളരെ കുറവായിരിക്കും, കാരണം ഇതിൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് ഇവൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവൻ്റെ ഇക്വറ്റോറിയൽ പൊസിഷൻ ഇവനിരിക്കുന്നത്, ഫസ്റ്റ് കേസ് നോക്കിയേ ആക്സിൽ പൊസിഷനായിരിക്കുന്നത്. ആക്സിസിൽ ഫീൽഡ് കൂടുതലും, ഇക്വറ്റോറിലേക്ക് വരുമ്പോൾ ഫീൽഡ് കുറവുമായിരിക്കും. അപ്പോൾ ഫീൽഡ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കേസിലാണ്. ഇവൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, ഫീൽഡും അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ തീറ്റ 0യും ഫ്ലക്സ് ഏറ്റവും കൂടുകയും ചെയ്യും. മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. മാക്സിമം ഇൻ സിറ്റുവേഷൻ 1. ഓക്കെ, 37ലേക്ക് വരാം. The direction of induced current in the right loop in the situation shown by given figure is. Tapping key just closed. കീ ജസ്റ്റ് ക്ലോസ് ചെയ്തു, കറണ്ട് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ഒബ്സർവർ നോക്കുമ്പം ഈ ഒബ്സർവർ ഇവിടെ നിൽക്കുന്നുള്ളവർ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് വിചാരിക്കാം. ഇവിടെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു സൗത്ത് പോളാണ് അല്ലേ. ഈ കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ സൗത്ത് പോളിൻ്റെ എഫക്റ്റ് കൂടുന്നു. അപ്പോൾ ഈ കോയിൽ ഇതിനടുത്തോട്ട് വരുന്നൊരു എഫക്റ്റാണ് ഉള്ളത്. സൗത്ത് പോൾ ഇങ്ങോട്ട് അടുക്കുമ്പം അപ്പുറത്തെ ഫേസിൽ, എന്ന് വെച്ചാൽ ഈ കോയിൽ ഇങ്ങനെ ഇരിക്കുവാണ്, ഇതിൻ്റെ ഈ ഫേസിൽ സൗത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യും. കാരണം സൗത്തിൻ്റെ എഫക്റ്റ് കൂടുവാണ്, അതിനെ ഒപ്പോസ് ചെയ്യണം. ഇവിടെ സൗത്ത് വരണം. ഇവിടെ സൗത്ത് വരണമെങ്കിൽ ഇവിടെ എന്ത് വരും? നോർത്ത് വരും. അപ്പോൾ ഇവിടെ സൗത്ത് വരുമ്പോൾ ഇവിടെ എന്ത് വരും? നോർത്ത് വരും. അപ്പോൾ ഞാൻ ഈ കാണുന്ന സ്ഥലത്ത് ഒരു നോർത്ത് പോൾ ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ കറണ്ട് എങ്ങനെ ഒഴുകും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകും. നോർത്ത് പോൾ ഇൻഡ്യൂസ് ചെയ്യുന്നിടത്ത് കറണ്ട് എങ്ങനെ ഒഴുകും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകും. എക്സിൽ നിന്ന് വൈ, വൈയിൽ നിന്ന് ഇസഡ്, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഓപ്ഷൻ ഏതാണെന്ന് നോക്കി, എക്സ് വൈ ഇസഡ്, ഓപ്ഷൻ 3. അപ്പം ഒബ്സർവർ ഇവിടെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് വരാം. എന്തോ ഒരു സംതിങ് ക്വസ്റ്റ്യൻ അതൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 coils A and B are shown in figure. ഓക്കെ, കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഇൻ ബി. ഓക്കെ, ബിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. when A is moved towards B. എ ബിയുടെ നേരെ മൂവ് ചെയ്യാൻ തുടങ്ങും. ബിയിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മൂവ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ മൂവ് ചെയ്തൊരു നിൽക്കുന്നു. ദ കറണ്ട് ഇൻ എ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, ബി ഈസ് കെപ്റ്റ് സ്റ്റേഷനറി വെൻ എ മൂവ്സ്. വി ക്യാൻ ഇൻഫർ ദാറ്റ് ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് എ. ദർ ഈസ് നോ കറണ്ട് ഇൻ എ. There is a varying current in A. There is a constant current in the counter clockwise direction in A. ക്വസ്റ്റിനകത്ത് എന്തോ സംതിങ് ഒരു വായിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ദ കറണ്ട് ഇൻ എ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ബിയിലെ തന്നിരിക്കുന്ന ഫിഗറിലെ കറണ്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ബിയിലെ കറണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ബിയിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ എയിൽ എങ്ങനെയായിരിക്കണം കറണ്ട് വരിക അല്ലേ, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എയിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് എടുത്ത് നോക്കാം. എയിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിനുള്ളിലെ ഫീൽഡ് ഔട്ട് ഓഫ് ദി പ്ലെയിനും പുറത്തെ ഫീൽഡ് ഇൻ ടു ദി പ്ലെയിനും ആയിരിക്കും. റൈറ്റ് ഹാൻഡ് റൂളാണ്. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫീൽഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ, അകത്ത് പുറത്തെ ഫീൽഡ്, അപ്പോൾ ഇൻ ടു ദി പ്ലെയിൻ ആയിരിക്കും. ഇവൻ ബിയുടെ നേരെ വരും. ബി വെറുതെ ഇരിക്കുവാണ്. ബിയുടെ നേരെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബിയുടെ നേരെ വരുമ്പം ബിയിലൂടെ ഇൻവേർഡ് ആയിട്ടുള്ള ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അടുത്തേക്ക് വരും. അപ്പോൾ ബിയിലെ ഇൻവേർഡ് ആയിട്ടുള്ള ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ബിയിലെ ഇൻവേർഡ് ആയിട്ടുള്ള ഫ്ലക്സ് കൂടുമ്പം അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കറണ്ട് അവിടെ ഒഴുകണം. അപ്പോൾ ആ കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് വരണം. അപ്പോൾ ആ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒഴുകണം. പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അവർ ക്വസ്റ്റിനകത്ത് ബിയിലെ കറണ്ട് തന്നിട്ടുണ്ട്, അതെങ്ങോട്ട്? ആൻറ്റി ക്ലോക്ക് വൈസ്.
എയിൽ കറണ്ട് ഉണ്ടായിരുന്നു, അതിനടുത്തോട്ട് മൂവ് ചെയ്തപ്പോഴാണ് ബിയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തത്. ഞാൻ എയിലെ കറണ്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കും. ഞാനിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരെണ്ണം ശരിയാവുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടാണ്, ഇതിനകത്തെ ഫീൽഡ് ഔട്ട്വേർഡാണ്, പുറത്തെ ഫീൽഡ് ഇൻവേർഡാണ്. അപ്പോൾ ഇവനിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഇൻവേർഡ് ഫീൽഡ് കൂടും. അതിനെ ഒപ്പോസ് ചെയ്യുന്നൊരു കറണ്ടാണ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് സെൻസിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ശരിയാണോ നോക്കാം. ഫീൽഡ് കൂടുന്നു, അകത്തോട്ടാണ് ഫീൽഡ്. അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഈ കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആവണം. കറക്റ്റാണ്, ഔട്ട്വേർഡ് ആവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായൊരു കാര്യം, ബിയിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരും, എയിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ. ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഇൻ ഡയറക്ഷൻ ഇൻ എ. ഓപ്ഷൻ 4 ആണ് ശരി. പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത് ദ കറണ്ട് ഇൻ എ ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്തോ സംതിങ് മിസ്റ്റേക്കാണ്. കറണ്ട് ഇൻ ബി എന്നായിരിക്കും അല്ലേ. ബിയിലെ കറണ്ട് അല്ലേ അവർ ക്വസ്റ്റൻ അത് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The question number 39, the de Broglie wavelength lambda of an electron accelerated through potential V in volt is. de Broglie wavelength ആണ്. അത് എത്രയാണ്? നാനോമീറ്ററിലാണെങ്കിൽ 1.227 by root V നാനോമീറ്റർ. ഓപ്ഷൻ 1. Question number 40, in Young's double slit experiment, distance between two sources is 0.1 millimeter. The distance of screen from the source 20 centimeter. Wavelength of light, angular position of first dark fringe ആണ്. Angular positionൻ്റെ എക്സ്പ്രഷൻ എന്താ? 2n - 1 into lambda by 2d. ഫസ്റ്റ് അല്ലേ, ആ പെയിനിന് 1 കൊടുത്തു, 2 - 1 വന്നു, lambda by 2d എന്ന് വന്നു. What's the value of lambda? 5460 ആങ്സ്ട്രോം. ശരിയല്ലേ? ഡിവൈഡ് ബൈ 2 into d ആണ്. d എത്രയാണ്? ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ 0.1. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വരിക, 0.16 ഡിഗ്രി. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. A lens having focal length f, aperture of diameter d forms an image of intensity I. The aperture of diameter d by 2 in central region of lens covered by black paper. Focal length of the lens and intensity of image now will be respectively. ഫോക്കൽ ലെങ്തിന് യാതൊരു മാറ്റവും വരില്ല, പക്ഷേ ഇൻറ്റൻസിറ്റിക്കകത്ത് മാറ്റം വരും. ഇൻറ്റൻസിറ്റിയും ഏരിയയും തമ്മിൽ റിലേഷൻ ഉണ്ട്, അത് ഡയറക്റ്റ് റിലേഷനാണ് അല്ലേ. I1 പ്രൊപ്പോർഷണൽ ടു A1, I2 പ്രൊപ്പോർഷണൽ ടു A2 ആണ്. ആദ്യത്തെ ഏരിയ A1 എന്ന് പറയുമ്പോൾ πr² ആണ്. πr എന്ന് പറയുമ്പോഴത്തേക്കും ഡയമീറ്റർ നമുക്ക് D എന്ന് എടുക്കാം അല്ലേ. ഫസ്റ്റ് ഡയമീറ്റർ d by 2 സ്ക്വയർ ആണ്. സെക്കൻഡ് ഏരിയ A2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കവർ ചെയ്തിരിക്കുന്നത്? d by 2 അല്ലേ. ഡയമീറ്റർ d by 2 കവർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും π d by 2 സ്ക്വയർ ആണ് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ, മൈനസ് π d by കവർ ചെയ്ത ആ ഏരിയ എന്ന് പറയുമ്പോൾ π d by 2 കവർ ചെയ്തു. അപ്പോൾ d by 2 d by 4 വന്നു, ഇതിൻ്റെ സ്ക്വയർ വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റേഷ്യോ എടുക്കാം. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ π d² by 4 മൈനസ് π d² by 16 വരും. അപ്പോൾ 16 - 4 12 വരും അല്ലേ. 12 π d² by 4 into 16 വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 3 by എത്ര വരും? 16 വരും. 3 by 16 π d² വരും. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി റേഷ്യോ എടുക്കുക. I1 by I2 എടുക്കുക. I1 എത്രയാണ്? I ആയിട്ട് എടുക്കുക അല്ലേ. രണ്ടാമത്തെ എത്ര? I2 എത്രയായിട്ട് മാറും? 3I by 4 ആയിട്ട് മാറും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ I1 by I2 എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. പുതിയ ഇൻറ്റൻസിറ്റി I2 എന്ന് പറഞ്ഞാൽ I into 3 by 4 വരും. അപ്പോൾ എഫും 3I by 4ഉം ഓപ്ഷൻ 3. 42ലേക്ക് വരാം. 5 ലോങ് വയേഴ്സ് ABCDE അല്ലേ, എല്ലാം ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്, സിമ്പിളാണ്. ഈ എല്ലാ കറണ്ടും ഈ നടുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും അല്ലേ. ഇതൊരു റെഗുലർ ഷേപ്പ്ഡ് ബോഡിയാണ്. ഏതൊരു റെഗുലർ ഷേപ്പ്ഡ് ബോഡി എടുത്തിട്ടും നമ്മളിപ്പോൾ സ്ക്വയർ ആയിക്കോട്ടെ, ഒരു സ്ക്വയർ കൺസിഡർ ചെയ്തു. ആ
ആ സ്ക്വയറിൻ്റെ ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് വയർ, ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് വയർ, ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് വയർ, ഇവിടെ എല്ലാത്തിലും ബോർഡിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ 4 പേരെ വെച്ചിരിക്കുവാണ്. ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നു. കറണ്ട് എല്ലായിടത്തും ഐ ആണെങ്കിൽ ഓർത്ത് വെക്കുക, നടുക്കത്തെ നെറ്റ് ഫീൽഡ് 0 ആയിരിക്കും. എങ്ങനെയാണ് 0 ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കറണ്ട് പുറത്തോട്ട്, തമ്പ് പുറത്തോട്ട് പിടിക്കുക, റൈറ്റ് ഹാൻഡ് റൂള്. അപ്പോൾ ഇതിനെ ചുറ്റി ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരികയും ഈ നടുക്കുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. അതുപോലെ ഇവൻ്റെ ഫീൽഡ് നോക്കുവാണെങ്കിൽ കറണ്ട് നേരെ പുറത്തോട്ട്, തമ്പ് അങ്ങോട്ട് പിടിക്കുക, ചുറ്റി വരൽ ഫീൽഡ് ലൈൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങനെ വന്നിട്ട് അവൻ്റെ ഫീൽഡ് ഇങ്ങോട്ട് വരികയും ചെയ്യും. രണ്ടും ക്യാൻസലായി പോവും. അതുപോലെ ഇതിൻ്റെ എന്തായിപ്പോവും? ക്യാൻസലായി പോവും. ഇതുപോലെ 5 വയേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. 1 2 3 4 5 എണ്ണം. അപ്പോൾ സിമെട്രിക്കലി വെച്ചിരിക്കുന്ന ഒരു പെൻറ്റഗൺ ഷേപ്പിൽ വെച്ചിരിക്കുന്ന ഇവിടെയും നടുക്കുള്ള നെറ്റ് ഫീൽഡ് എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഇവിടെ നടുക്ക് 5 ഫീൽഡ് വരും. ഈ 5 പേർ വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിളുകൾ ഈക്വൽ ആയിട്ട് വരികയും റിസൾട്ടൻ്റ് 0 ആയി പോവുകയും ചെയ്യും. ആറുള്ള ഒരു ഹെക്സഗൺ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ ഈക്വൽ ടു 0 ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. 43ലേക്ക് വരാം. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി പാരലൽ കോമ്പിനേഷൻ ഓഫ് 3 റെസിസ്റ്റൻസ്. എന്ത് എളുപ്പമാണ്? 1/R effective is equal to 1/9 plus 1/7 plus 1/5. Solve ചെയ്യാം. We get 2 point something. Okay. 2.02 option 4. Question number 44. Consider 2 conducting spheres radius R1 R2. R1 greater than R2 ആണ്. If the 2 are at the same potential, 2 സ്പിയർ കണ്ടക്റ്റിംഗ് ആണ്, സെയിം പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റികളെ പറ്റി ഒരു ഐഡിയ വേണ്ടത്. ഒരു സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? സിഗ്മ R/ε0. രണ്ടുപേരും സെയിം പൊട്ടൻഷ്യലാണ്. സിഗ്മ 1 R1/ε0 is equal to sigma 2 R2/ε0. That means sigma 1 R1 equal to sigma 2 R2. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നു നോക്കിയേ, R1 ഗ്രേറ്റർ ദാൻ ആണ് R2. ഇഫ് R1 ഗ്രേറ്റർ ദാൻ R2, സിഗ്മ 2 ഗ്രേറ്റർ ദാൻ സിഗ്മ 1 തിരിച്ചു വരും. പ്രോഡക്റ്റ് സെയിം ആയിട്ട് നിൽക്കണ്ടേ? R2 കുറവാണ്, സിഗ്മ 2 വലുതായിരിക്കും. അപ്പോൾ ദ ചാർജ് ഡെൻസിറ്റി ഓഫ് സ്മോളർ സ്പിയർ ഈസ് ലെസ്. തെറ്റാണ്. ചാർജ് ഡെൻസിറ്റി ഓഫ് സ്മോളർ സ്പിയർ ഈസ് മോർ. ഓപ്ഷൻ 2. 45ലേക്ക് വരാം. ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണാം. ഈ പ്ലേറ്റ് പോസിറ്റീവ്, ഈ പ്ലേറ്റ് നെഗറ്റീവ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനുള്ളിലേക്ക് ഒരു ഫിലമെൻറ്റിൽ നിന്നും ഒരു ചാർജ് പാർട്ടിക്കിൾ വരുന്നു. ഏതാണ് ആ പാർട്ടിക്കിൾ? -q ആണ്. അവൻ ഇങ്ങനെ ഈ ഫീൽഡിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവൻ ഡിഫ്ലക്റ്റ് ചെയ്യുകയും ഇവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ദൂരം അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി? ഈ ഡിസ്റ്റൻസ് y കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കൊരു കാര്യം ചെയ്ത് ഇത് എക്സ് ആക്സിസ് ആയിട്ട് അങ്ങ് എടുക്കാം, ഇത് വൈ ആക്സിസ് ആയിട്ട് അങ്ങ് എടുക്കാം. എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം അല്ലേ? എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് x is equal to uxt plus half axt² അല്ലേ? That is x is equal to ux, initial velocity along x axis v0 ആണ്, ഇൻറ്റു ടി. ഓക്കെ, പിന്നെ ax ഇല്ല, ഈ എക്സ് ആക്സിൽ ആക്സലേഷൻ ഇല്ല, ഫോഴ്സ് y ആക്സിസിലേ ഉള്ളൂ. അപ്പോൾ x is equal to v0t എന്ന് കിട്ടി. ഇനി ഒന്നുകൂടെ, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ്. എന്ത് തന്നെയാണ്? L തന്നെയാണ്. അപ്പോൾ L is equal to v0 ഇൻറ്റു ടി എന്ന് കിട്ടി. ഓക്കെ ആണോ? ആ, ഇതുപോലെ y ഒന്ന് എഴുതാം. y കണ്ടുപിടിക്കേണ്ടത് uyt പ്ലസ് ഹാഫ് ayt². y ആക്സിസിൽ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല, ഇത് 0 ആണ്. ഹാഫ് ഇൻറ്റു ay എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ആക്സലേഷൻ ആണ്. മുകളിലോട്ടുണ്ടല്ലോ ഇലക്ട്രിക് ഫോഴ്സ്, QE/m. ഹാഫ് ഇൻറ്റു QE/m ഇൻറ്റു t². ഇവിടുന്ന് ടി എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഹാഫ് ഇൻറ്റു ക്യു ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ എടുക്കുമ്പം എൽ സ്ക്വയർ ബൈ വി സീറോ സ്ക്വയർ. ഹാഫ് ക്യു ഇ എൽ സ്ക്വയർ എം വി സീറോ സ്ക്വയർ ആണ് ഓപ്ഷൻ, അതെല്ലാം V1 ആണ്, അത് V0 ആക്കിയാൽ മതി. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. 46 വരാം. The energy flux of sunlight reaching the surface of the earth 1.388 into 10⁻³ watt per meter square intensity ആണത്. The photons in the sunlight have average wavelength അറിയാം. How many photons? Number of photons കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ number of photons n is equal to how many photons per square meter are incident on the per second ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് കിട്ടാൻ വേണ്ടി ആക്ച്വൽ ഇക്വേഷൻ പവർ ബൈ എനർജി ആണ്. ഇവിടെ പെർ യൂണിറ്റ് ഏരിയ എന്ന് എടുത്ത് പറയുന്നത് കൊണ്ട് ഇൻറ്റൻസിറ്റി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ശരിക്കും ഉള്ള ഇക്വേഷൻ ഇതാണ്, പവർ ബൈ എനർജി ഓഫ് 1 ഫോട്ടോൺ ആണ്. പവർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി I ഈസ് ഈക്വൽ ടു പവർ ബൈ ഏരിയ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ ആണ്. അപ്പോൾ ഇവിടെ I ഇൻറ്റു എ ബൈ ഇ ആ വന്നിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കിയേ പെർ സ്ക്വയർ മീറ്റർ ആണ്, അപ്പോൾ ഏരിയ പോയി. അപ്പോൾ n ഈസ് ഈക്വൽ ടു I ബൈ ഇ എന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് I 1.388 into 10⁻³ divided by energy hc by lambda. 1.388 into 10⁻³ divided by h ൻ്റെ വാല്യൂ 6.6 into 10⁻⁻34 ആണ്. c 3 into 10⁻⁸ ആണ്. ലാംഡ ഈസ് ഗിവൺ 550 നാനോമീറ്റർ. അപ്പോൾ നാനോമീറ്ററിനെ മീറ്ററിലേക്ക് 10⁻⁻9 വരും. വി ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോൾവ് ചെയ്തെടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എല്ലാം കേട്ടോ, ഞാൻ ചെയ്ത സമയം കളയുന്നില്ല, മെത്തേഡ് പറഞ്ഞു തന്നു, അത് ചെയ്യാം. ഓപ്ഷൻ 1 വി ഗെറ്റ് ഓപ്ഷൻ 1. 47. A narrow slit of width 2 nanometer illuminated by monochromatic light of wavelength 500 nanometer. The distance between first minima on either side on a screen at a distance 1 meter is. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? 2 lambda d by d. ഇതല്ല ഇക്വേഷൻ. 2 lambda d by d. എല്ലാ ഡേറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു ലാംഡ 500 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു ഡി സെപ്പറേഷൻ എത്രയാണ്? 1 മീറ്റർ ഡിവൈഡഡ് ബൈ ഡി എത്രയാണ്? 2 നാനോമീറ്റർ എന്നല്ല, മില്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ 2 മില്ലി 10⁻⁻³ സോൾവ് ചെയ്യുക. വി ഗെറ്റ് ദി ആൻസർ 0.5 millimeter. 0.5 millimeter, ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 48 വരാം. A convex lens of radii of curvature 20 cm 30 cm വ്യത്യാസമുണ്ടല്ലേ. It is silvered at the surface which has smaller radius of curvature. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. അപ്പോൾ റേഡിയസ് കുറഞ്ഞ ഈ ഒരു സർഫസിനെ എന്ത് ചെയ്തു? സിൽവർ ചെയ്തു. അപ്പോൾ ഇതൊരു മിററായിട്ട് മാറി. എന്ത് മിററായിട്ട് മാറി? അതൊരു കോൺകേവ് മിററായിട്ട് മാറി. ആ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക, ആദ്യം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എക്വേഷൻ എന്താ? 1/fl ഈസ് ഈക്വൽ ടു n-1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇൻറ്റു 1/r1 മൈനസ് 1/r2. ലെൻസിൻ്റെ കിട്ടി. അപ്പോൾ 1/fl കിട്ടും. n എത്രയാണെന്ന് പറയുന്നുണ്ട്? 1.5 ആണ്. സോൾവ് ചെയ്ത് കിട്ടി. ഇനി മിററിൻ്റെ കണ്ടുപിടിക്കണം. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ് ആണ്. അത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഏതാ സിൽവർ ചെയ്തിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ ബൈ 2 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 1/fl കണ്ടുപിടിക്കണം കേട്ടോ. r1 എത്രയാണ്? 20. r2 എത്രയാണ്? മൈനസ് പ്ലസ് വരും. അപ്പോൾ 1/20 പ്ലസ് 1/30 വരും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ലെൻസിൻ്റെത് 24 സെൻറ്റിമീറ്റർ കിട്ടും. കൺഫൈൻ ചെയ്തോണം കേട്ടോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്തിൻ്റെയാണ്? ഈ കോമ്പിനേഷൻ്റെ ആണല്ലേ. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ മൊത്തത്തിലുള്ള പവർ കിട്ടാൻ വേണ്ടി പവേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 1/f എഫക്റ്റീവ് ആണ് ഈസ് ഈക്വൽ ടു 1/f
എൽ മൈനസ് വരും അല്ലേ? ഓക്കെ, പ്ലസ് ഒരു 1/FL കൂടി എടുക്കണം. കാരണം എന്താ, രണ്ട് ടൈമിൽ അത് നടക്കുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്തും പോകുന്നുണ്ട് അല്ലേ? മൈനസ് 1/FL പ്ലസ് 1/FL പ്ലസ് ഇനി മിററിൻ്റെ ഉണ്ട്, എത്ര വരും അത്? 1/FM. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും -60/11 സെൻറ്റിമീറ്റർ കിട്ടും. കോൺകേവ് മിറർ ഇക്വലൻ്റ് ടു ഫോക്കൽ ലെങ്ത് -60/11. ഓക്കെ, കണ്ടുപിടി. ഓപ്ഷൻ 2. 49th ക്വസ്റ്റിലേക്ക് വരാം. പോയിൻ്റ് ഔട്ട് ദി കറക്റ്റ് ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ഗിവൺ ഫിയർ. ഒന്നും ആലോചിക്കേണ്ട, ഇങ്ങനെ ഒരു ഫീൽഡ് പാറ്റേൺ പോസിബിൾ അല്ല അല്ലേ? ഒരു പോയിന്റിൽ തന്നെ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് പോയിട്ട് കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒരു ബോഡി മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരികയില്ല, ക്രോസ് ചെയ്യുന്ന വരികയില്ല. പിന്നെ ഇവിടെ എന്താണെന്ന് നോക്കിയാൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് കയറുന്നു അല്ലേ? ഇതിപ്പോൾ ഏതുതരം മെറ്റീരിയലിൻ്റെ ആണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ബാർ മാഗ്നറ്റിൻ്റെ പാറ്റേൺ ഒന്നും ഒരിക്കലും നമുക്ക് ഇതുപോലെ വരികയില്ല അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന നോക്കി, ഇതൊരു മാഗ്നറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിൻ്റെ നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് വരുന്നു, ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇതൊരു പോസിബിൾ പാറ്റേൺ ആണ് അല്ലേ? ഇതൊരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. കറണ്ട് ഒഴുകുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ കറണ്ട് സെയിം ഡയറക്ഷൻ, ഇടയ്ക്കുള്ള റീജിയനിൽ ഫീൽഡ് ഒരുപാട് കൂടുതൽ വരും. അപ്പോൾ അവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് പോകുന്നൊരു എഫക്റ്റ് ഉണ്ടാകുകയില്ല. സോ ഓപ്ഷൻ 4 ആണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 50ലേക്ക് വരാം. എ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ ലൈൻ ജോയിനിങ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ ആണ് പറയുമ്പോഴുള്ള ദ റേഷ്യോ ഓഫ് ചാർജസ് ക്യൂ ആൻഡ് ക്യൂ ഈസ്. സിമ്പിൾ അല്ലേ? എ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ലൈൻ ജോയിനിങ് ദ റേഷ്യോ ഓഫ് ചാർജസ്. ഓക്കെ, ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉള്ളത്, എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയണം. ദ റേഷ്യോ ഓഫ് ചാർജസ്. ഓക്കെ, അതിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആണെങ്കിൽ നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. ഓക്കെ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവനെ റിപ്പൽ ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്, F1. 1/4πε0 Q × Q ഡിവൈഡഡ് ബൈ 2x 4x² വരും. അതുപോലെ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും, അതിനെ ഞാൻ F2 എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് 1/4πε0 Q × Q. അല്ല സോറി, ആദ്യത്തെ കേസ് എടുക്കുമ്പം ഇവനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ Q × Q² വരുന്നത്. പിന്നെ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ Q × ക്യാപിറ്റൽ Q × സ്മോൾ q ഡിവൈഡ് ബൈ x² വരും. നമുക്ക് വേണ്ടത് Qൻ്റെയും റേഷ്യോ ആണ്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുവാണ്, F2/F1 ഈസ് ഈക്വൽ ടു 1/4πε0 പോയി, x² പോയി, F2നകത്ത് മിച്ചമുള്ള Q ഉണ്ട് ബൈ ഇവിടെ Q² ഉണ്ട്, ഒരു 4 താഴെയുണ്ട് അല്ലേ? സോറി, Q × Q ബൈ Q² ബൈ 4 വന്നു. ശരിയാണോ? ശരിയല്ല? ഓക്കെ, അപ്പോൾ ഒരു Q കട്ട് ചെയ്ത് പോയി. അപ്പോൾ F2/F1 ഈക്വൽ ടു എനിക്ക് Q × Q × 4 വന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഇവിടെ അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കും, എ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ലൈൻ ജോയിനിങ് ടു ചാർജസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ചാർജസ് Q ആൻഡ് Q ഈസ് അറ്റ് ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും. അറ്റ് ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ at the equilibrium condition എന്ന് പറയുമ്പം ഇതിൽ ഇവൻ കൊടുക്കുന്ന ഫോഴ്സും ഇവിടെ കൊടുക്കുന്ന ഫോഴ്സും ക്യാൻസൽ ആയി പോകണം. എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ 0 ആവണം. അപ്പോൾ ഇവനെ റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവനെ എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് സൈൻ ഇപ്പോൾ കൊടുക്കണ്ട, അങ്ങനെ നോക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോകണം, ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണ്. F1/F2 എത്ര വരും? 1 വരും. അപ്പോൾ Q/Q ഈക്വൽ ടു കിട്ടി 1/4. 1/4 എന്ന് കിട്ടി. ഇനി സൈൻ നോക്കുമ്പം ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയതുകൊണ്ട് -1/4 കൊടുക്കാം, ഓപ്ഷൻ 4. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. എക്സാം സിമ്പിൾ ആയിരുന്നെങ്കിലും ചില ക്വസ്റ്റ്യൻസൊക്കെ കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. നല്ലോണം ചെയ്ത് നോക്കുക. സംശയിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് വഴിയോ നിങ്ങൾ വിളിച്ചു ചോദിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.